യുദ്ധം ആവേശത്തിന്റെ കൊടുമ്പിരി കൊള്ളുമ്പോൾ ശരീരങ്ങൾ ഓരോന്നായി കുരുക്ഷേത്ര ഭൂമിയിൽ വീണുകൊണ്ടേയിരുന്നു. അർജുനനും കൃഷ്ണനും തന്റെ എതിരാളിയായ ഓരോരുത്തരെയും മാറി മാറി നോക്കുകയാണ്. അവരുടെ കണ്ണുകൾ ആരെയോ തേടുന്നുണ്ടായിരുന്നു. ആ എതിരാളിയെ കാണാത്ത നിമിഷം കൃഷ്ണൻ രഥം അവിടെ നിന്നും മറ്റ് ദിശയിലേക്ക് ചലിപ്പിച്ചു. പെട്ടെന്നായിരുന്നു രഥം ഒരു നിമിഷം അവിടെ തന്നെ നിന്നത്. കൃഷ്ണനും അർജുനനും പരസ്പരം നോക്കുവാൻ തുടങ്ങി. ശേഷം കണ്ണുകൾ തങ്ങളുടെ എതിരെ നിൽക്കുന്ന ആ വ്യക്തിയിലേക്ക് മാറി. അയാൾ അവരുടെ വരവും കാത്തു തന്നെ നിൽക്കുകയായിരുന്നു. കർണന്റെ തീക്ഷ്ണതയേറിയ കണ്ണുകൾ അർജുനനിലേക്ക് തന്നെയായിരുന്നു. താൻ ഇത്രയും നാൾ കാത്തിരുന്ന നിമിഷമായിരുന്നു അത്. കർണ, ഞാൻ നിന്നെ മനസ്സിലാക്കിയിടത്തോളം മറ്റാരും നിന്നെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം എപ്പോഴും എന്നിൽ സംശയങ്ങൾ നിറയ്ക്കുന്നു. ദുര്യോധനൻ എന്താണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥമെന്ന് കർണന് വ്യക്തമായില്ല. ദുര്യോധന, നീ അറിയുന്നത് മാത്രമാണ് ഈ കർണൻ. അതിനപ്പുറം ഒന്നും, ഒരു രഹസ്യവും എന്നിലില്ല. അല്ല കർണ, ഒരു രഹസ്യമുണ്ട്. അർജുനൻ. പാണ്ഡവർ 4 പേരോടും ഇല്ലാത്ത എന്ത് വൈരാഗ്യമാണ് നിനക്ക് അവനോടുള്ളത്? ഇത്രയും നാൾ ആ ആയുധം അർജുനന് വേണ്ടി മാത്രം കരുതി വെച്ചതാണ് നീ. നമ്മുടെ സൈന്യങ്ങളെ കൊന്നൊടുക്കിയ ഘടോത്കചനെതിരെ അത് എടുക്കാൻ പോലും നീ തയ്യാറായിരുന്നില്ല. അപ്പോഴും നിന്റെ ഉള്ളിൽ അർജുനൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർണ, നിന്റെ മൗനമല്ല ഇവിടെ വേണ്ടത്. അവനോടുള്ള പക എനിക്ക് നിന്റെ കണ്ണുകളിൽ ഈ നിമിഷം പോലും കാണാം. ഇതാ ഈ തലമുറയിലെ ഏറ്റവും വലിയ വില്ലാളി അർജുനൻ. നമ്മുടെ ഗുരുകുലത്തിൽ ചില പുരാതന നിയമങ്ങളുണ്ട്. ഇവിടെ പഠിക്കാനുള്ള അവകാശം ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവർക്ക് മാത്രമാണുള്ളത്. കർണന്റെ ചിന്ത മറ്റിടങ്ങളിലേക്ക് പടർന്നുകൊണ്ടേയിരുന്നു. അതിനൊരു ഉത്തരം എനിക്കറിയില്ല ദുര്യോധന. ഗുരുവേ, നമ്മുടെ ഗുരുഗ്രഹം എന്നത് ബ്രാഹ്മണരുടെ പവിത്രമായ ഇടമല്ലേ? എങ്ങനെയാണ് ഈ താഴ്ന്ന ജാതിക്കാരെ ഇവിടെ അനുവദിച്ചത്? നമ്മുടെ പൂർവികരെ അല്ലേ നാം ഇതിലൂടെ അപമാനിക്കുന്നത്? അന്ന് ജാതിയുടെ പേരിൽ എന്നെ പുറത്താക്കിയപ്പോഴും അവരെന്നെ പരിഹസിച്ചപ്പോഴും എനിക്ക് പകയോ ദേഷ്യമോ അല്ല തോന്നിയത്. മറിച്ച് ഒരൊറ്റപ്പെടലായിരുന്നു. ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാവരും അഭ്യാസം നടത്തുമ്പോൾ ഞാനും ആഗ്രഹിച്ചിരുന്നു, കൊതിച്ചിരുന്നു ആ കൂട്ടത്തിൽ ഒരാളായി മാറുവാൻ. ഈ യുവ രാജാക്കന്മാർ വെറും വിദ്യാർത്ഥികളല്ല. അവർ ഈ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്താൻ വിധിക്കപ്പെട്ട യോദ്ധാക്കളാണ്. ഞാനും അർജുനൻ പഠിച്ച അതേ വിദ്യകളും അറിവും തന്നെയല്ലേ അവിടെ പ്രകടമാക്കിയത്. അവന് പ്രശംസയാണ് എല്ലാവരും നൽകിയതെങ്കിൽ എനിക്കോ? നീ ആരാണ് യുവാവേ അർജുനനെ പോലെയുള്ള ഒരു രാജകുമാരനെ വെല്ലുവിളിക്കാൻ? നിങ്ങളുടെ ജനനവും വംശപരമ്പരയും ഏതാണ്? നിങ്ങൾ ഏത് രാജ്യത്തെ രാജാവാണ്? ഞാൻ എന്ത് ചെയ്താലും അവസാനം കേൾക്കുന്ന ഒരേ ഒരു കാര്യം, അവൻ്റെ ഒപ്പം നിൽക്കുവാനുള്ള യോഗ്യത എനിക്കില്ല എന്ന്. എന്താണ് ഈ യോഗ്യത ദുര്യോധന? ഒരു സൂതപുത്രനായത് എൻ്റെ കഴിവുകേടാണോ? ഒരു ക്ഷത്രിയനായി ജനിച്ചത് അവൻ്റെ കഴിവാണോ? ഞാൻ പരിഹസിക്കപ്പെടുമ്പോഴെല്ലാം വിജയം കൈവരിക്കുന്നത് അവൻ തന്നെയാണ്, അർജുനൻ. എനിക്ക് വയ്യ ദുര്യോധന. ഇനിയും ഈ വേദനകൾ ഏറ്റുവാങ്ങുവാൻ എനിക്ക് വയ്യ. ഇതെന്നേക്കുമായി നിൽക്കണം. പക്ഷേ ഞാനോ അവനോ ഉള്ളിടത്തോളം കാലം ഇത് അവസാനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാൻ ഞാൻ കണ്ട വഴിയാണിത്. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. യുദ്ധം കൊടും ഭീതിയിൽ നിൽക്കുമ്പോൾ തങ്ങളുടെ കൈകളിലെ ആയുധം എടുത്തുയർത്തി പരസ്പരം അർജുനനും കർണനും നോക്കി. യുദ്ധത്തിൽ മുഴുകിയ ദുര്യോധനന്റെ ശ്രദ്ധ കർണന്റെയും അർജുനന്റെയും അടുത്തേക്കായി. കാരണം ഈ യുദ്ധത്തിൽ കർണൻ വിജയിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദുര്യോധനനാണ്. ഇരുവരും ശക്തമായി തന്നെ പോരാടുവാൻ തുടങ്ങി. ഞെട്ടലോടെയാണ് എല്ലാവരും അത് കണ്ടുനിന്നത്. ഈ യുദ്ധത്തിന്റെ അവസാനം തങ്ങളിൽ ഒരാൾ മാത്രമേ തിരിച്ചു പോകുമെന്നുള്ള വാശി ഇരുവരിലുമുണ്ടായിരുന്നു. അമ്പുകളുടെ പെരുമഴയായിരുന്നു അവിടെ. മറ്റ് സൈന്യങ്ങൾ വരെ ആയുധം നിലത്ത് വെച്ച് അത് നോക്കി നിന്നുപോയി. അവിടെ ആകെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം അത് സംഭവിച്ചു. അർജുനന് ഒന്ന് താളം തെറ്റി. ഉടനടി കൃഷ്ണൻ ഗൗരവത്തോടെ അർജുനനെ നോക്കി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഭീമൻ അവിടെ ഉണ്ടായിരുന്നു. ഭീമന്റെ കൈകൾ തരിക്കുന്നുണ്ടായിരുന്നു. അർജുന, വെറും ഒരു സൂതപുത്രന്റെ മുൻപിൽ നീ വീഴുമോ? പറ്റില്ലെങ്കിൽ ഞാൻ എന്റെ ഗദ കൊണ്ട് അവന് മറുപടി നൽകാം. ഉടനടി ശക്തി ആർജിച്ചുകൊണ്ട് അർജുനൻ കർണനെ തിരിച്ചടിച്ചു. കർണന്റെ ക്രോധം സിരകളിൽ ഒഴുകി. പെട്ടെന്ന് തന്നെ അർജുനനും കൃഷ്ണനും നേരെ കർണൻ അമ്പ് തൊടുത്തു. കർണൻ അലറി. കൊണ്ടില്ലെങ്കിൽ കൂടിയും കൃഷ്ണന് നേരെ വന്ന ആക്രമണം അർജുനനിൽ അതിയായ ദേഷ്യം വരുത്തി.
ഉടനടി തന്നെ അർജുനൻ തിരിച്ചടിക്കുവാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ശക്തമായ പോരാട്ടം തുടർന്നു. കുറെ സമയം മുന്നോട്ട് പോയപ്പോഴാണ് കർണൻ ആ ചിന്ത വന്നത്. ഇങ്ങനെ പോയാൽ ഈ യുദ്ധം അവസാനിക്കില്ല. എതിരാളി തന്നെ പോലെ തന്നെ ശക്തനാണ്. അതുകൊണ്ട് തന്നെ കർണൻ മറ്റൊരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. പരശുരാമൻ. മറ്റൊരു ശിഷ്യന്മാർക്കും പരശുരാമൻ പറഞ്ഞു കൊടുക്കാത്ത ഒരു ആയുധമുറ കർണൻ അറിയാമായിരുന്നു. ഭീഷ്മയ്ക്കും ദ്രോണാചാര്യർക്ക് പോലും അറിയാത്ത തന്ത്രം. അത് പ്രയോഗിക്കേണ്ട സമയമെത്തിയെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. യുദ്ധഭൂമിയിൽ അർജുനന് മുൻപിൽ നിൽക്കുമ്പോൾ കർണൻ അത് ഓർത്തെടുക്കുവാൻ കഴിയുന്നില്ല. കർണൻ ഞെട്ടി. കാരണം ആദ്യമായിട്ടാണ് ഒരു ആയുധമുറ ഓർത്തെടുക്കുവാൻ സാധിക്കാത്തത്. കർണൻ തന്റെ കണ്ണുകൾ അടച്ച് അത് ഓർത്തെടുക്കുവാൻ ശ്രമിച്ചു. കർണ, ആദ്യമായാണ് എന്നെ ഒരാൾ ഇങ്ങനെ വഞ്ചിക്കുന്നത്. ദിവ്യമായ പല അടവുകളും നീ നീചമായാണ് എന്നിൽ നിന്ന് പഠിച്ചെടുത്തത്. നിന്നെ ഞാൻ ശപിക്കുകയാണ്. നിന്റെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഞാൻ പഠിപ്പിച്ച പരിശീലനം നീ മറക്കും. നിന്റെ ഏറ്റവും വലിയ യുദ്ധത്തിൽ നീ അയോഗ്യനായി മാറും. ആ ശബ്ദം കർണനെ തിരികെ യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുവന്നു. രഥത്തിന്റെ ചക്രം മണ്ണിൽ പൂണ്ടുപോയിരുന്നു. തേരാളിയെ സഹായിക്കാനായി അർജുനന്റെ അനുവാദം വാങ്ങിക്കൊണ്ട് കർണൻ താഴേക്കിറങ്ങി. പക്ഷേ കർണൻ വിചാരിച്ചതിലും കൂടുതൽ സമയമെടുക്കുന്നുണ്ടായിരുന്നു. അർജുന, ദയവായി അല്പസമയം കൂടി ക്ഷമിക്കൂ. ഉടനെ തന്നെ യുദ്ധം പുനരാരംഭിക്കാം. അർജുനൻ ആയുധം താഴ്ത്തി രഥത്തിലിരുന്നു. കൃഷ്ണൻ അർജുനനെ തിരിഞ്ഞു നോക്കി. എന്തു പറ്റി അർജുന? അല്ല, അത് ധർമ്മത്തിനെതിരല്ലേ? ആ ധർമ്മം ദ്രൗപദിക്ക് ലഭിച്ചോ? ആ ധർമ്മം അഭിമന്യുവിന് ലഭിച്ചോ? ഇല്ല, നമുക്ക് ലഭിക്കാത്ത ധർമ്മം നമ്മുടെ ശത്രുക്കൾക്കും വേണ്ട. കർണൻ അപ്പോഴും ശക്തമായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും രഥത്തിന്റെ ചക്രം പുറത്തെടുക്കുവാൻ സാധിക്കുന്നില്ല. ആദ്യമായി ദുര്യോധനന്റെ വിളി കർണൻ കേട്ടില്ല. അന്ന് പതിവില്ലാതെ പാണ്ഡവരെ കാണുവാനായി ഒരാളെത്തി. കുന്തി. അത്രയും നേരം സന്തോഷത്തിലായിരുന്ന പാണ്ഡവർ കുന്തിയെ കണ്ട നിമിഷം മുഖം മങ്ങി. കാരണം കുന്തിയുടെ മുഖത്ത് ആ സന്തോഷം കണ്ടിരുന്നില്ല. നിങ്ങളുടെ ഈ മാതാവ് ഒരു തെറ്റ് ചെയ്തു. പാണ്ഡവ സഹോദരന്മാർ പരസ്പരം നോക്കി. മാതാവിന്റെ വാക്കുകൾ അവരുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിച്ചു. ഒരു മാതാവും തൻ്റെ മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. നിങ്ങൾ 5 പേരോടും ഈ അമ്മ ഒരു രഹസ്യം മറച്ചു വെച്ചിരുന്നു. ഇത്രയും നാൾ ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ രഹസ്യം നിങ്ങളോട് പറയാത്തതായിരുന്നു ഏറ്റവും വലിയ തെറ്റെന്ന്. മാതാവേ, ഇതെന്താണ് പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ചു പറയൂ. എൻ്റെ ആദ്യപുത്രൻ യുധിഷ്ഠിരനാണ്. അങ്ങനെയാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. പക്ഷേ അല്ല. നിങ്ങൾ 5 പേർക്ക് മുന്നേ എൻ്റെ പൊക്കിൾക്കൊടിയുമായി ബന്ധം സ്ഥാപിച്ച ഒരാളുണ്ട്. വിവാഹത്തിന് മുന്നേ ഗർഭം ധരിച്ച എൻ്റെ ആദ്യപുത്രൻ. ഭൂമി അവരുടെ കാലുകൾക്കടിയിൽ നിന്ന് ഇളകുന്നത് പോലെ തോന്നി. വിവാഹത്തിന് മുന്നേ ഒരു കുട്ടി. അതിൽ പരം നാണക്കേട് ഒരു കുടുംബത്തിന് സംഭവിക്കാനുണ്ടോ? ഉപേക്ഷിച്ചു. ഹൃദയം തകർന്നുകൊണ്ട് ഞാൻ അവനെ ഒരു നദിയിൽ ഒഴുക്കി വിട്ടു. അവൻ വളർന്നു ഒരു യോദ്ധാവായി. അവൻ സ്വയം അറിയാതെ അവൻ്റെ സഹോദരന്മാരോടൊപ്പം മത്സരിക്കുന്ന ഒരു സമയം വന്നു. ഒരു വഴിയുമില്ലാതെ ഞാൻ അവനെ പോയി കണ്ടു. അവൻ്റെ വ്യക്തിത്വം അവന് മുന്നിൽ വെളിപ്പെടുത്തി. കൂടെ ഒരു യാചനയും. സ്വന്തം മക്കൾ തമ്മിൽ തല്ലി ചാവരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ട്. യുദ്ധത്തിൽ നിനക്ക് പാണ്ഡവരുടെ പക്ഷത്ത് നിന്നൂടെ? നിന്നെ ഞാൻ രാജാവായി വാഴിക്കും. അത് നിന്റെ ജന്മാവകാശമാണ്. മാതാവേ, ഈ ജന്മത്തിൽ അങ്ങയെ കാണുവാൻ പറ്റിയതിൽ ഞാൻ കൃതാർത്ഥനാണ്.
പക്ഷേ എനിക്ക് ദുര്യോധനനെതിരായി നിൽക്കുവാൻ സാധിക്കില്ല. അതിപ്പോൾ ദൈവം വന്നിറങ്ങി പറഞ്ഞാലും അങ്ങനെയാണ്. പക്ഷേ ഞാൻ മാതാവിനൊരു വാക്ക് തരാം. എൻ്റെ സഹോദരന്മാരെ ഞാൻ വധിക്കില്ല. മാതാവിന് യുദ്ധം കഴിയുമ്പോൾ 5 മക്കൾ തന്നെയാവും ഉണ്ടാവുക. എനിക്ക് മക്കൾ 6 പുത്ര. അർജുനൻ അല്ലെങ്കിൽ ഞാൻ, ഇവരിൽ ഒരാളെ യുദ്ധം കഴിയുമ്പോൾ ഉണ്ടാവൂ. പാണ്ഡവർ 5 പേരും മാതാവിനെ സൂക്ഷിച്ചു നോക്കി. മാതാവേ, അങ്ങ് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ആരാണ് നാം അറിയാത്ത നമ്മുടെ ആ സഹോദരൻ? ആരായാലും നമ്മൾ സംരക്ഷിക്കും അവനെ. ആരാണ് മാതാവേ? അദ്ദേഹം എവിടെയാണ്? ജനിച്ചപ്പോൾ മുതൽ അവന് ഒരു സംരക്ഷണവും ലഭിച്ചിട്ടില്ല. അവന് അതിൻ്റെ ആവശ്യവും വേണ്ടി വന്നിട്ടില്ല. മാതാവേ, ആരാണ് നമ്മുടെ സഹോദരൻ? പറയൂ. പാണ്ഡവരെല്ലാവരും കുന്തിയെ ഉറ്റുനോക്കി. കർണൻ.